പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പങ്ങളിൽ മത്സരിച്ച് അല്ലെങ്കിൽ കൂട്ടുകാരോട് തല്ലുകൂടി വായിച്ചിരുന്നൊരു ചെറുകഥാപുസ്തകം ഉണ്ടായിരുന്നു, ബാലരമ. ഇപ്പോൾ അതൊക്കെ ഉണ്ട്, പക്ഷെ ആരെങ്കിലുമൊക്കെ വായിക്കാറുണ്ടോ എന്നറിയില്ല. അതിനകത്ത് 2 കഥാപാത്രങ്ങളുണ്ടായിരുന്നു, ജമ്പനും തുമ്പനും. എനിക്കെൻ്റെ ജെന്നിയെ കാണുമ്പോൾ തുമ്പനെ ഓർമ്മ വരും. എന്നാന്ന് വെച്ചാൽ വീടിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ ഞാൻ ഇതിലേ പോയാലും എൻ്റെ പുറകെ പുള്ളിക്കാരി ഉണ്ടാവും. വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് പുള്ളിക്കാരിയുടെ പല കലാവിരുതുകളും ഞാൻ കാണാറുള്ളത്. അതൊക്കെ പോട്ടെ, ഇന്ന് ഞങ്ങൾ എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാം, ഉടുമ്പന്നൂര്. ഫുട്ബോൾ കോച്ചിങ് കഴിഞ്ഞ് മോനെ അവിടെ നിന്ന് പിക്ക് ചെയ്ത് നേരെ അങ്ങോട്ടേക്കാണ് പോയത്. അവിടെ ചേച്ചിയുടെ മദറിലോ ഉണ്ട്, വയ്യാതെ കിടക്കുവാണ്. അവിടെ പോയി അമ്മേനൊക്കെ ഇന്ന് കണ്ട് അമ്മയ്ക്ക് ഫുഡ് കൊടുക്കുന്നതൊക്കെ നോക്കി കുറച്ച് നേരം നിന്ന്. ചേട്ടനും ചേച്ചിയും ജോലിക്ക് പോകുന്നതുകൊണ്ട് തന്നെ അവരില്ലാത്ത സമയങ്ങളിൽ നോക്കാനായിട്ടൊരു ചേച്ചി വരുന്നുണ്ട്, രാധ ചേച്ചി. പുള്ളിക്കാരിയോട് വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം നിന്ന് ഞങ്ങൾ വന്ന കാര്യത്തിലേക്ക് കിടന്നു. ഞാനിവിടുന്ന് കുറച്ച് മണ്ണടിച്ച് മാറ്റാൻ വേണ്ടിയിട്ടാണ് വന്നത്. എൻ്റെ പറമ്പിൽ ആവശ്യത്തിന് മണ്ണില്ല. അത് ഓൾറെഡി നമ്മൾ വീട് പണിയുന്ന സമയത്ത് നമ്മൾ പുറത്തുനിന്ന് മണ്ണ് അടിക്കുകയാണ് ചെയ്തത്. ആ മണ്ണിനകത്ത് കൃഷി ചെയ്യാനൊന്നും അത്ര നല്ല മണ്ണല്ല. അങ്ങനെ എല്ലാവരുടെയും സഹായത്തോടെ ഞാൻ കുറച്ച് മണ്ണൊക്കെ ചാക്കിലാക്കി. ഒരു 4 ചാക്കിലായി. കുറേശ്ശെ എനിക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ചേട്ടായി വണ്ടിയിലാക്കി തരും, പക്ഷേ ഞാൻ വണ്ടിയിൽ നിന്ന് തിരിച്ചെടുക്കണമല്ലോ. അവിടെ കൊതുകിൻ്റെ ഭയങ്കര ശല്യമായിരുന്നു. മഴ പെയ്തുകൊണ്ടായിരുന്നെന്ന് തോന്നുന്നു, നിറയെ കൊതുക്. പക്ഷേ അവരെല്ലാവരും ഓടിച്ചിട്ട് കുത്തിയെങ്കിലും എനിക്കധികം ശല്യം ഉണ്ടായിരുന്നില്ല. എൻ്റെ ചൊര കൊതുകിനത്ര ബോധിച്ചില്ല. അല്ല, ഏതാ ബ്രേക്ക്? അത് ക്ലച്ച്, ഇപ്പുറത്തെ ക്ലച്ച്, ഇത് ആക്സിലേറ്റർ, ഇത് ബ്രേക്ക്, ഇത് ക്ലച്ച്. എന്ത് കൊതുക് അങ്ങ്. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ഒരുപാട് ചെടികളൊക്കെയുള്ള ഒരു വീട്ടിലേക്കാണ്. ഞാൻ അവരുടെ പേരോ വീട്ടുപേരോ പറയുന്നില്ല, വീട് കാണിക്കുന്നുമില്ല കേട്ടോ, അവരുടെ പ്രൈവസി നശിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പല കളറിലുള്ള, അത് നോർമലും ഹൈബ്രിഡും ആയിട്ടുള്ള അഡീനിയം, ഓർക്കിഡ്സ്, അങ്ങനെ ഒരുപാട് ചെടികൾ നല്ല ഭംഗിയിൽ അത് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് അതിൻ്റെ ഭംഗി കാണാനായിട്ട്. പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ളതൊക്കെ ഒരു കുഞ്ഞു കുഞ്ഞു തൈകളാക്കി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. കലാത്തിയയുടെ ഒരുപാട് വെറൈറ്റീസ് അവിടെയുണ്ട്, പല കളറിലുള്ളത്. സൈഡിലെ ലോണിൽ അത്യാവശ്യം വേണ്ട എല്ലാ കൃഷികളും ഉണ്ട്. മരങ്ങളുണ്ട്, ഫ്രൂട്ട്സ് മരങ്ങളുണ്ട്. ഒരു ചീരച്ചെടി പോലത്തെ ചെടിയുണ്ട്, അതൊരു 3-4 കളറുണ്ട്. യെല്ലോ, റെഡ്, ഒരു ഡാർക്ക് മജന്ത കളറ്, അങ്ങനെ പല വെറൈറ്റിയിൽ. നമുക്കിതിൻ്റെ എല്ലാം തൈയും വിത്തും കമ്പുകളും ഒക്കെ തന്നു കേട്ടോ. നട്ടുച്ചയ്ക്കാണ് ചെന്നത്. ആ സമയത്ത് നമ്മൾ ചെടികൾ മേടിക്കുന്നത് ശരിയല്ല, മുറിച്ച് മേടിക്കുന്നത്. എന്നാലും ടീച്ചർക്ക് തരാൻ പറ്റുന്നതെല്ലാം തന്നു. ഇനി ആ സമയത്ത് മുറിക്കാൻ പറ്റാത്തതും സമയമില്ലാത്തതിൻ്റെ പേരിലും ഇനി ചേച്ചിയുടെ കയ്യിൽ കൊടുത്തേക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം വാങ്ങിച്ച് തിരിച്ചു പോന്നു. അങ്ങനെ വന്ന് ഭക്ഷണം എല്ലാം കഴിച്ച് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന മണ്ണും കാര്യങ്ങളും എല്ലാം എടുത്ത് വണ്ടിയുടെ ഡിക്കിയിലിട്ട് പതിയെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ചെറിയ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.